രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുക, അത് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ പോയി യൂണിവേഴ്സൽ പോസിൽ നിന്നിട്ട് അങ്ങോട്ട് പല്ല് വെച്ചു. എന്താണെന്നറിയില്ല, ഒറ്റ കൈ കൊണ്ട് എന്ത് പണിയെടുക്കുമ്പോഴും മറ്റേ കൈയും ഊരൊക്കെ താക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു ഫിനിഷിങ് കിട്ടില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്താണെന്നറിയില്ല, അതങ്ങനെ ശീലമായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് നേരെ കിച്ചണിൽ പോയിട്ട് ഉച്ചക്കത്തേക്കും രാത്രിയിലേക്കുള്ള ചോറ് ഒരു ഗ്ലാസ് അരി അല്ല, ഒരു 3/4 ഗ്ലാസ് അരി എടുത്ത് കുക്കറിലിട്ടു. ഒറ്റ വിസിലുകൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡിയാവും. പിന്നെ ഇന്നിപ്പോ കറി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, കാരണം രാവിലത്തേക്കും ഉച്ചക്കത്തേക്കുള്ള കറി ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതെടുത്ത് ചൂടാക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ രാത്രിയിലേക്കുള്ള കറി ഈവനിങ് വന്നിട്ടുണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അതിന്റെ കൂടെ ഇന്നിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ദോശയാണ്. നമ്മുടെ നോർമൽ ഉഴുന്ന് ദോശയല്ല കേട്ടോ, ശീദോശ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ദോശയാണ്. ഇതാവുമ്പോ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഒരു 5 മിനിറ്റ്, 5 ഒരു 10 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. അങ്ങനെ ഒരു 3 ദോശ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ ഒരു 3 ദോശ തന്നെ ധാരാളമാണ്. ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ എല്ലാ ദിവസവും മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, കാരണം രാവിലെ കുക്കിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും. എന്നിട്ടാണ് മിക്കപ്പോഴും ഫുഡ് കഴിക്കാറ്. കുളിക്കുന്നതിന് മുന്നേ എനിക്ക് ഫുഡ് കഴിക്കാൻ എന്തോ അങ്ങോട്ട് ഇറങ്ങാറില്ല. അങ്ങനെ നമ്മുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട്, സുന്ദരിയായിട്ടില്ലേ? അപ്പോൾ നേരെ പോയി കിച്ചണിൽ പോയി നമ്മുടെ ഫുഡൊക്കെ എടുത്തു കഴിച്ചു. അപ്പൊ അത്രയ്ക്കുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.